വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയും സ്വാധീനവുമുള്ള ഒരു ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ജില്ല തന്നെയാണ്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ബി ജെ പിക്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിജയം സമ്മാനിച്ച ജില്ലയാണ്. മറ്റെല്ലാ ജില്ലകളിലും ബി ജെ പിക്ക് കാര്യമായ വോട്ട് വർധനവ് ഉണ്ടാകുമ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്ത ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. അതിൽ തന്നെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്കുള്ള സ്വാധീനം വളരെയേറെയാണ്. അതിൻ്റെ ചില കണക്കുകളും അവിടുത്തെ സ്ഥാനാർത്ഥികളും ആ തൃശ്ശൂർ ബി ജെ പിയുടെ രാഷ്ട്രീയ തട്ടകമായി മാറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ കുറച്ചുകൊണ്ട് കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണം, അതുകൂടാതെ ബി ജെ പി അവരെ എല്ലാം മറികടന്നുകൊണ്ട് വിജയിച്ചു വരുമോ എന്നുള്ള കണക്കുകളൊക്കെ കൂടി പരിശോധിക്കുകയാണ് ഇപ്പോൾ. 41 കോർപ്പറേഷൻ വാർഡുകൾ ചേരുന്നിടമാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. അവിടെ 25 വർഷമായി അടക്കി ഭരിച്ച, തൻ്റെ തട്ടകമായി ഭരിച്ചിരുന്ന ഒരു നേതാവ് തേറമ്പിൽ രാമകൃഷ്ണനാണ്. എന്തുകൊണ്ട് തേറമ്പിൽ രാമകൃഷ്ണനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ, നായർ സമുദായ പാർട്ടിയായ NDP-യുടെ കടന്നു വന്ന് പിന്നീട് കോൺഗ്രസ് പക്ഷത്തിലേക്ക് ചേക്കേറി, അതായത് നായർ സമുദായത്തിൻ്റെ മൃഗീയമായ പിന്തുണ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഒരു കാലത്ത് കോൺഗ്രസ്. ഇപ്പോൾ ആ സമുദായത്തിൻ്റെ 45% പിന്തുണയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്കാണ്. അതായത് ഒരു നായർ പിന്തുണയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിജയിച്ചു വരാൻ വളക്കൂറുള്ള മണ്ണായി എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരിടമാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവിടെ 25 വർഷം അടക്കി ഭരിച്ചത് തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നു. NDP-യുടെ സ്വന്തം തട്ടകമാകുന്നു. പിന്നീട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 1957 നിലവിലുള്ള തൃശ്ശൂർ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. ആ 1957 വന്ന മണ്ഡലത്തിൽ AR മേനോൻ അവിടെ നിന്ന് വിജയിച്ച് ആരോഗ്യമന്ത്രിയാകുന്നു. AR മേനോൻ അന്നത്തെ അവിടുത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിരുന്നു ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. അതേ മന്ത്രിസഭയിലെ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹവും ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നിട്ടുള്ള നേതാവാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രബുദ്ധതയിൽ അല്ലെങ്കിൽ ശക്തമായ പോരാട്ടത്തിൻ്റെ പോർക്കളമായി മാറിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ. അതിൽ നായർ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് എല്ലാവിധ പിന്തുണയും ലഭിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. നായർ വോട്ടർമാരുടെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അത് ഒരു തരത്തിൽ. മറ്റൊന്ന് കെ കരുണാകരൻ്റെ തട്ടകം, അതായത് കെ കരുണാകരൻ്റെ തട്ടക ജില്ല എന്ന് പറയാവുന്ന, കെ കരുണാകരൻ അന്തിയുറങ്ങുന്ന സ്മൃതി മണ്ഡപമുള്ള മണ്ഡലം, അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. അവിടെ കെ മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസിലാണെങ്കിൽ പോലും കെ കരുണാകരനെ പോലെ ശക്തനായ ഒരു നേതാവിൻ്റെ കേരളത്തിൻ്റെ ലീഡർ പദവിയിലേക്ക് കടന്നു വന്ന, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മകൾ BJP-യിലേക്ക് പോയ രാഷ്ട്രീയ സാഹചര്യത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിൽ വരാൻ പോകുന്നത് എന്ന പ്രത്യേകത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലുണ്ട്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭയോ അല്ലാതെയോ ആയിക്കോട്ടെ, BJP-ക്ക് ഒരു മണ്ഡലം ജനങ്ങൾ നൽകിയ ഒരു ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ 946 വോട്ടുകളുടെ മാത്രം കുറവിലായിരുന്നു അന്ന് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാനലിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു പോയത്. അവിടെ LDF-ന്റെ P. ബാലചന്ദ്രൻ 44,263 വോട്ടുകളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടി വിജയിച്ചത്. അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാൽ നിന്ന് ലഭിച്ചത് 43,317 വോട്ടുകളായിരുന്നു. 40,457 വോട്ടിൻ്റെ 40,457 വോട്ടുകൾ നേടി അന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ MP ആയ സുരേഷ് ഗോപിയും പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ ചേരുവകളും ഉണ്ടായിരുന്ന, ശക്തമായ ത്രികോണ മത്സരം തന്നെ നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. ആ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ പൊരിഞ്ഞ പോരാട്ടത്തിൽ പിടിച്ചെടുത്ത ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ ഇടതുപക്ഷത്തിനെ പിന്നിലേക്ക് അടിച്ചുകൊണ്ട് BJP കളം പിടിച്ച ആ ജില്ലയിലെ മതപരമായ വോട്ടുകൾ, അതുപോലെ ആ മണ്ഡലത്തിലെ മതപരമായ വോട്ടുകൾ, ഇതൊക്കെ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. അതായത് ആ ജില്ലയിലുള്ള ഹിന്ദു വോട്ടുകൾ 58%, ക്രൈസ്തവ വോട്ടുകൾ 24%, മുസ്ലിം വോട്ടുകൾ 17%. ഇനി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഹൈന്ദവ വോട്ടുകൾ 54%,
അതിൽ ചെറിയ കുറവുണ്ടാകുന്നു. അവിടുത്തെ മണ്ഡലത്തിലെ ഹൈന്ദവ വോട്ടുകൾ 54%, ക്രൈസ്തവ വോട്ടുകൾ 40%, മുസ്ലിം വോട്ടുകൾ 5.50%. ഈ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. നോട്ട വോട്ട് ഏറ്റവും കൂടുതൽ വീണിട്ടുള്ള ഒരു മണ്ഡലവും ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലമാണ്. അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ വർദ്ധിച്ചു വന്ന ഒരു മണ്ഡലം, കൂടാതെ മുസ്ലിം വോട്ടുകൾക്ക് കുറവുണ്ടായ മണ്ഡലം, ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. BJP ആ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ൽ പരം വോട്ടുണ്ടായിരുന്ന BJPക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ 55,000-ന് മുകളിലേക്ക് BJPയുടെ സുരേഷ് ഗോപിയുടെ വോട്ട് വർദ്ധിക്കുന്നു. അതായത് 15,000 വോട്ടിന്റെ വർധനമുണ്ടാകുന്നു. അവിടെ ആരുടെ വോട്ടുകൾക്കാണ് ഈ ചോർച്ച ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ 11,000 വോട്ട് LDFന്റെ പക്കൽ നിന്ന് പോയിട്ടുണ്ട്. 3,000-ൽ പരം വോട്ടുകൾ UDFന്റെ പക്കൽ നിന്നും പോയിട്ടുണ്ട്. അതായത് ഇരു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് വോട്ടുകൾ ഗണ്യമായി ഒഴുകി പോയിട്ടുണ്ട് എന്ന് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് BJP ഇപ്പോഴും ഒരു A ക്ലാസ് മണ്ഡലമായി തൃശ്ശൂരിനെ കാണുന്നത്. തൃശ്ശൂരിലെ ബഹുഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളിലും വിജയിക്കുവാൻ കഴിയുന്ന സാഹചര്യം BJPക്കുണ്ട് എന്ന കണക്കൂട്ടലുകൾ അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു തിരിച്ചടിയായി സന്ദീപ് വാര്യരെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് ചില നേതാക്കന്മാർ മുൻപോട്ട് വയ്ക്കുമ്പോൾ, സന്ദീപ് വാര്യർ തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ BJP കുറച്ചുകൂടി ശക്തമായി പ്രവർത്തിക്കുകയും സന്ദീപ് വാര്യരോട് എതിർപ്പുള്ള BJPയും LDFും ഒക്കെ രൂക്ഷമായ രീതിയിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പ്രവർത്തനം മുൻപോട്ട് വയ്ക്കുമ്പോൾ സന്ദീപ് വാര്യർ പരാജയപ്പെടും. അത് മാത്രമല്ല UDFന് ഒരു സീറ്റ് നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള മുസ്ലിം വോട്ടർമാരുടെ ഏറ്റവും കൂടുതലുള്ള കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ, മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ ഇടതുപക്ഷം പിടിച്ചെടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കുകയാണ് എങ്കിൽ ഹൈന്ദവ വോട്ടുകളും ന്യൂനപക്ഷമായ ഇസ്ലാം ക്രൈസ്തവ വോട്ടുകളും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും എന്ന കണക്കൂട്ടലുകൾ ബോധ്യപ്പെടുത്തുന്ന ചില നേതാക്കന്മാരും കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാര്യരെ തൃശ്ശൂർ ജില്ലയിൽ മത്സരിപ്പിക്കേണ്ട എന്ന ഒരു വാദവും അവിടെ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമാണ്. ഒരു ജില്ലാ പ്രസിഡന്റിനെ പോലും തീരുമാനിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് അത്രമേൽ വളരെ ജീർണിച്ച ഒരു സംഘടനാ പ്രവർത്തന രീതി അവിടെയുണ്ട്. തൃശ്ശൂരിലെ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി കെ മുരളീധരൻ പറഞ്ഞത് അവിടുത്തെ സംഘടനാ ദൗർലഭ്യതയാണ്. ബൂത്തിൽ പോലും ഇരിക്കുവാൻ ആളില്ല എന്നുള്ള സാഹചര്യം. അപ്പോൾ എന്താണ് ഒരു കാലത്ത് കെ കരുണാകരന്റെ തട്ടകമായിരുന്ന, ഒരു കാലത്ത് തേറമ്പൽ രാമകൃഷ്ണന്റെ മണ്ഡലമായിരുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ ദൗർലഭ്യത, കോൺഗ്രസിന്റെ ജീർണത വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കണക്കൂട്ടൽ കോൺഗ്രസിന് ഉണ്ടാകണം. അതുകൊണ്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം. അവിടെ താഴെ തട്ടിൽ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, പടലപ്പിണക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റിനെ നിയമിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിൽ ശക്തമാക്കണം. ഇനി അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു ജനസ്വീകാര്യതയേറെയുള്ള ഒരു നേതാവിനെ മത്സരിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായും കോൺഗ്രസുകാർ ചർച്ചയ്ക്ക് വെക്കുന്നതും 4 പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരാണ്. ഒന്ന് VT ബൽറാം, മറ്റൊന്ന് VM സുധീരൻ, പിന്നീടുള്ളത് K സുധാകരൻ, പിന്നെ രാജു P നായർ. ഇവിടെ VT ബൽറാം തൃത്താലയല്ലാതെ ഒരു മണ്ഡലം സ്വീകരിച്ചാൽ അത് തൃശ്ശൂരായിരിക്കണമെന്നും തൃശ്ശൂരിൽ VT ബൽറാമിന് ജനസ്വീകാര്യത ഏറെയുണ്ട്, അതുകൊണ്ട് തൃശ്ശൂരിൽ മത്സരിപ്പിക്കണം VT ബൽറാമിനെ എന്ന് ആവശ്യപ്പെടുന്ന നിരവധി പേരുണ്ട്. അതല്ലാതെ പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേര് VM സുധീരൻ്റെതാണ്. ഉൾപാർട്ടി പ്രശ്നങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും ജാതി സമവാക്യങ്ങൾക്കുമെല്ലാം അപ്പുറം നിന്നുകൊണ്ട് ഏകോപനപരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്ന നേതാവാണ് VM സുധീരൻ. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് അറിയിച്ചെങ്കിൽ പോലും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം മത്സരിക്കും. അത്തരത്തിൽ മത്സരിപ്പിച്ചുകൊണ്ട് ഇടതിന്റെ ശക്തമായ പല കോട്ടകളും പിടിച്ചെടുത്ത പാരമ്പര്യമുള്ള VM സുധീരന് ക്രൈസ്തവ മതത്തിൻ്റെയും മുസ്ലിം മതത്തിൻ്റെയും ഒക്കെ വോട്ടുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കരുത്ത് ഇപ്പോഴുമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന നേതാവാണ്. മറ്റൊന്ന് K സുധാകരനാണ്. കണ്ണൂരിൽ പൊളിറ്റിക്സ് മാത്രമേ തനിക്ക് അറിയൂ എന്ന് പറയുന്ന K സുധാകരനെ എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് ആക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്ന ജനസ്വീകാര്യതയുള്ള ഒരു നേതാവാണ് K സുധാകരൻ. K സുധാകരനെ തൃശ്ശൂരിലേക്ക് മത്സരിപ്പിക്കണം, സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കണം എന്ന് പറയുന്നവരുണ്ട്. അതിന് മറ്റൊരു കാരണം അദ്ദേഹത്തിനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ഒന്നുകിൽ മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരിക എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ തന്ത്രത്തിൻ്റെ ഫലം കൂടിയാണ് എന്നും പറയുന്നവരുണ്ട്. മറ്റൊന്ന് രാജു P നായരാണ്. രാജു P നായർ കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ ഗർജിക്കുന്ന ഒരു നേതാവാണ്. രാജു P നായർക്കും അവിടെ കൃത്യമായ ഒരിടമുണ്ട്. രാജു P നായർക്കും തൃശ്ശൂരിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിക്കുമെന്ന കണക്കൂട്ടൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കുണ്ട്. എന്തായാലും കോൺഗ്രസ് ശക്തമായ രീതിയിൽ ചില പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്, DCC പ്രസിഡന്റുമാർക്ക് ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ
ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ ബി ജെ പിയുടെ പക്കൽ നിന്ന് അല്ലെങ്കിൽ ബി ജെ പി ലഭിക്കുമെന്ന് പറയുന്ന തൃശ്ശൂർ മണ്ഡലം അടക്കമുള്ള തൃശ്ശൂരിലെ പല ജില്ലകളിലും കോൺഗ്രസിനെ പിടിച്ചെടുക്കുവാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ കെ കരുണാകരന്റെ മണ്ണ് തെറമ്പിൽ രാമകൃഷ്ണൻ 25 വർഷം അടക്കി ഭരിച്ച കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ തൃശ്ശൂർ നിയമസഭാ മണ്ഡലവും തൃശ്ശൂർ ജില്ലയും കോൺഗ്രസിന് നഷ്ടമാകും.